നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്രീ, എനിക്ക് ആ കുട്ടിയെ കണ്ടേ പറ്റുള്ളൂ. ശ്രീയുടെ കയ്യില് വിനയ മാഡത്തിന്റെ നമ്പർ ഇല്ലേ? ഒന്ന് വിളിച്ചു നോക്ക്. ശ്രീ, ആ കുട്ടി വേറെ ഏതെങ്കിലും പാടിയിട്ടുള്ള കുട്ടിയാണോ അതോ? ഇല്ല മാഡം, ആ കുട്ടിയുടെ വോയിസ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നതാ. വിനു, പ്ലേ ചെയ്തോ. വെരി ഗുഡ്. ശ്രീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. വളരെ നന്നായിട്ടുണ്ട്. വല്ലാത്തൊരു ഫീലും. ഇത് കേൾക്കുമ്പോ ശ്യാമയുടെ ശബ്ദം പോലെ തോന്നില്ലേ? ശ്യാമ മാഡത്തിന്റെ ശബ്ദം മാത്രമല്ല, രൂപം അത് തന്നെ. എന്താ പറഞ്ഞേ? സോറി മാഡം, ആ കുട്ടിയെ കാണാൻ ഏകദേശം മാഡത്തിനെ പോലെയാ. ആ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണ്ടെന്ന് പറഞ്ഞതാ. ശ്രീ, ആ കുട്ടി പോയോ നോക്കി. എനിക്ക് ആ കുട്ടിയെ കാണണം. ചേച്ചി, നമ്മള് തന്നെയോ? നോക്കാം. ശ്രീ പ്ലീസ്, എനിക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടേ പറ്റൂ. ഓക്കെ മാഡം, നമുക്ക് നോക്കാം. ആ ചേച്ചി വാ. ശ്യാമേ, അവര് പൊക്കളഞ്ഞല്ലോ മാഡം. ശ്രീ, എനിക്ക് ആ കുട്ടിയെ കണ്ടേ പറ്റുള്ളൂ. ശ്രീയുടെ കയ്യില് വിനയ മാഡത്തിന്റെ നമ്പർ ഇല്ലേ? ഒന്ന് വിളിച്ചു നോക്ക്. കിട്ടുന്നില്ല മാഡം. ചിലപ്പോൾ ഡബിംഗ് സമയത്ത് ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും, ഓൺ ചെയ്ത് കാണില്ല. അല്ല, നിങ്ങൾ ആ കുട്ടിയുടെ നമ്പർ വാങ്ങിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിനയ മാഡത്തെ വിളിക്കാനാ പറഞ്ഞത്. കണ്ടുപിടിക്കണമെന്ന് മാഡത്തിന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കതിന് മാർഗം ഉണ്ടാക്കാം. മാം, നമുക്ക് നോക്കിയാലോ? ഞാൻ വരും, നടന്നോളൂ. ശരി മാം. എത്ര അടുത്ത് കിട്ടിയാലും കാണാൻ പറ്റാത്ത അവസ്ഥയാ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെ ചെന്നാലും എല്ലാരും പറയുന്നു എന്നെ പോലെ തന്നെയുണ്ട്, എന്നെ പോലെ തന്നെ ഉണ്ടെന്ന്. ദേ, ഇപ്പൊ എന്നോടൊപ്പം വന്ന് പാടി തിരിച്ചുപോയി. എന്നിട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. അവര് വന്ന് എന്നെ വിളിച്ചതാ, അപ്പോഴും ഞാൻ മാറി നിന്നു. അതെങ്ങനെയാ? തലവിധി ഇങ്ങനെയല്ലേ? ടെൻഷൻ ആവല്ലേ. എന്തായാലും വിനയപ്രസാദിന് ആ കുട്ടി അറിയാലോ. കണ്ടുപിടിക്കാൻ ഇതിലും എളുപ്പമുള്ളൊരു മാർഗം വേറെ ഉണ്ടോ? ദൈവം നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ ഇങ്ങനെയൊന്ന് കളിപ്പിക്കുന്നു മാത്രം. ശരിയാവും ശ്യാമേ. എന്റെ വിശ്വാസം കൂടുന്നേ ഉള്ളൂ. തട്ടിത്തടഞ്ഞും കാണാതെ പോകുമ്പോ സങ്കടമുണ്ട്.
പക്ഷെ നിങ്ങളൊക്കെ പറയും പോലെ ദൈവത്തിന്റെ കളി അല്ലാണ്ടെന്താ? ആ കുട്ടിയുടെ പാട്ട് കേട്ടപ്പം മുതൽ ശ്യാമ മാഡം വല്ലാത്തൊരവസ്ഥയില. എന്താണാവോ കാരണം? കലാകാരന്മാരല്ലേ, അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂ. ശ്യാമ മാഡം കൂടി പാടിക്കഴിഞ്ഞാ ഒരു കാര്യം ഉറപ്പാ, ഈ പാട്ട് കയറി കൊളുത്തും. ശ്യാമേ, ശ്യാമേ, ശ്രീ, ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സുകൊണ്ട് ഞാനൊരു പാട്ട് പാടി തീർത്തത് ഇന്നാ. താങ്ക് യു മാഡം. നമുക്ക് ഈ സോങ് മുഴുവനായിട്ടൊന്ന് കേട്ടാലോ? കേൾക്കാം മാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.